ഹായ്, നിങ്ങളൊരു പ്രാക്ടീസിങ് ലോയറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ആണോ? ടാക്സ് പ്രാക്ടീഷണറോ ബിസിനസ്മാനോ ആരായാലും നിങ്ങൾക്ക് GST സംബന്ധിച്ച് ഒരു അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടുന്നത്. ഏകദേശം 30 മണിക്കൂർ കൊണ്ട് GSTയുടെ 5 ലോയും ആക്റ്റും റൂൾസും ഫോംസും ഷെഡ്യൂൾസും റെഗുലേഷൻസ് എല്ലാം അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് വെക്കുന്നു. അതിനുശേഷം ഒരു ഫ്രീ ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോയെക്കുറിച്ച് അഡ്വാൻസ് ലെവലിൽ, അതായത് ഒറിജിനലി എങ്ങനെ ലോ പഠിക്കാം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ GSTയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പോവുകയാണ്. GST മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. രണ്ടും പ്ലൂറൽ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആർട്ടിക്കിൾ 265 of the Constitution of India says that no tax shall be levied or collected except by authority of law. That means no government shall collect any money from the public by way of tax without a proper law. ശരിയായൊരു നിയമമില്ലാതെ ഒരു ഗവൺമെൻറ്റും ഒരു രൂപയും ജനങ്ങളിൽ നിന്ന് ടാക്സ് ഇനത്തിൽ ചുമത്താൻ പാടില്ല എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 265 പറഞ്ഞിരിക്കുന്നത്. So then what is law? Simply we can say law is a code of conduct. Code means സംഹിത. കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം. ഇവിടെ നമുക്ക് പെരുമാറ്റ സംഹിത എന്നെടുക്കാം. പെരുമാറ്റ സംഹിതയാണ് ലോ എന്ന് പറയുക. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലോ ഈസ് ദ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസ് എൻഫോഴ്സ്ഡ് ബൈ എ സോവറൻ പൊളിറ്റിക്കൽ അതോറിറ്റി ഓർ എ സോവറൻ ഗവൺമെൻറ്. ഒരു രാജ്യത്തെ പരമാധികാര ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ഗവൺമെൻറ്, ആ രാജ്യത്തെ പൗരൻ്റെ ബാഹ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പെരുമാറ്റ ചട്ടങ്ങളെയാണ് ലോ എന്ന് പറയുക.